നമുക്കിന്നൊരു വെറൈറ്റി കാൽക്കുലേറ്റർ പരിചയപ്പെട്ടാലോ? ഇതിൽ ഒരുപാട് രഹസ്യങ്ങൾ നിങ്ങൾക്ക് സൂക്ഷിക്കാൻ സാധിക്കും. ഫോട്ടോസ്, വീഡിയോസ്, ഡോക്യുമെൻറ്റ്സ്, ഇനി അതിനു പുറമെ ആപ്ലിക്കേഷൻസ്, പിന്നെ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന പാട്ടുകൾ, അതിനു പുറമെ നിങ്ങൾ എന്തെങ്കിലും നോട്ട്സ് എഴുതി സൂക്ഷിക്കുന്നവരാണെങ്കിൽ അതൊക്കെ ഇതിൻ്റെ അകത്ത് രഹസ്യമായിട്ട് നിങ്ങൾക്ക് സൂക്ഷിക്കാൻ സാധിക്കും. ഇനി ആരെങ്കിലും ഈ ഒരു കാൽക്കുലേറ്റർ തുറന്നിട്ട് നിങ്ങളുടെ രഹസ്യങ്ങൾ പരിശോധിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അവരുടെ ഫോട്ടോ എടുത്ത് നിങ്ങളെ അറിയിച്ചു തരികയും ചെയ്യും. ഏതാണ് ആപ്ലിക്കേഷൻ, എങ്ങനെ ഉപയോഗിക്കാം എന്നൊക്കെ ഇന്നത്തെ വീഡിയോയിലൂടെ വിശദമായിട്ട് നമുക്ക് കണ്ട് മനസ്സിലാക്കാം. ഫേസ്ബുക്കിലാണെങ്കിൽ കമൻറ്റ് ബോക്സിലും യൂട്യൂബിലാണെങ്കിൽ ഡിസ്ക്രിപ്ഷനിലും ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ലഭിക്കും. ഫേസ്ബുക്കിൽ നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ കാണുന്നില്ല എങ്കിൽ CLT എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. ഫേസ്ബുക്കിൻ്റെ മെസ്സഞ്ചറിൽ നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ലഭിക്കും. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളുടെ സൈറ്റ് ഓപ്പൺ ആകും. കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ആപ്പ് ലിങ്ക് എന്ന് കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്താൽ മതി. ഡയറക്റ്റ് നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ കണ്ട് ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും. ഏതാണ് ആപ്ലിക്കേഷൻ, എങ്ങനെ ഉപയോഗിക്കാം എന്നൊക്കെ ഇന്നത്തെ വീഡിയോയിലൂടെ വിശദമായിട്ട് നമുക്ക് കണ്ട് മനസ്സിലാക്കാം. സമയം കളയാതെ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെയാണ് കാണിക്കുക. ഇവിടെ ഫ്രീ വേർഷൻ ആയതുകൊണ്ട് ഇതുപോലെ പരസ്യങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. ഇതിവിടെ ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി സെറ്റപ്പും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ പരസ്യങ്ങൾ വരണ്ട എങ്കിൽ നെറ്റ്വർക്ക് തൽക്കാലത്തേക്ക് നിങ്ങളൊന്ന് ഓഫ് ചെയ്ത് കൊടുത്താൽ മതി. ഞാൻ വൈഫൈ ആണ് ഉപയോഗിക്കുന്നത്, അത് ഞാനിവിടെ ക്ലോസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി സെറ്റപ്പും കാര്യങ്ങളൊക്കെ പരസ്യ ശല്യമില്ലാതെ നമുക്ക് ചെയ്യാൻ സാധിക്കും. ആദ്യം തന്നെ ഇവിടെ ലാംഗ്വേജ് ആണ് ചോദിക്കുന്നത്. ഞാനിപ്പോൾ സിസ്റ്റം എന്ന ഭാഗത്തുനിന്ന് മാറ്റുന്നില്ല, ഇവിടെ ടിക്ക് മാർക്ക് കൊടുക്കുകയാണ്. അതിനുശേഷം ഇവിടെ സ്റ്റാർട്ട് എന്ന ഈ ഒരു ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു പെർമിഷൻ കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ അലോ ആക്സസ് എന്ന ഈ ഒരു ഭാഗം ക്ലിക്ക് ചെയ്തിട്ട് ഈ ഒരു പെർമിഷൻ, ഈ ഒരു ടോഗിൾ നിങ്ങൾ ഓൺ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ നമുക്കൊരു 4 അക്ക പിൻ നമ്പർ സെറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. നിങ്ങൾക്ക് ഓർമ്മയുള്ള 4 അക്ക പിൻ നമ്പർ സെറ്റ് ചെയ്യാം. ഞാനിപ്പോൾ 1 2 3 4 കൊടുത്തിട്ട് ഇവിടെ സമം എന്ന ഈ ഒരു ഭാഗം ക്ലിക്ക് ചെയ്യാണ്. വീണ്ടും അത് തന്നെ നിങ്ങൾ ഒന്ന് ആവർത്തിക്കുക. 1 2 3 4 ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെ സമം എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഓപ്പൺ ആയിട്ട് വന്നു. ഇവിടെ സക്സസ്ഫുൾ ആയിട്ടുണ്ട്. പിന്നെ ഫിംഗർ പ്രിൻറ്റ് എന്ന ഈ ഒരു ഭാഗം നിങ്ങൾ എനേബിൾ ചെയ്ത് കൊടുക്കുക. കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ ഫിംഗർ ഇവിടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതും ഇവിടെ ആഡ് ആകും. ഓക്കെ, അതും ഇവിടെ സക്സസ്ഫുൾ ആയിട്ടുണ്ട്. അതിനുശേഷം താഴെ നിങ്ങൾക്ക് പ്ലസ് ഐക്കൺ കാണാൻ സാധിക്കും. എന്തും ഇവിടെ ഹൈഡ് ചെയ്യാൻ സാധിക്കും. നമുക്ക് ഒഴിഞ്ഞ ഒരു ഭാഗത്ത് ടച്ച് ചെയ്യാം. ഇവിടെ കണ്ടോ, ഹൈഡ് കോൺടാക്ട്സ്. നമുക്ക് കോൺടാക്ട്സ് ഹൈഡ് ചെയ്യാം. ഫയൽ മാനേജർ, അതുപോലെ തന്നെ നോട്ട്സ്, ആപ്പ് ലോക്ക്, ബ്രൗസർ, അതുപോലെ തന്നെ ഹൈഡ് ആപ്സ്, വാൾപേപ്പർ, പിന്നെ ഇവിടെ ട്രാഷ്, ഇൻട്രൂഡർ, ക്യാമറ. നമുക്ക് ആദ്യം ഇൻട്രൂഡർ ക്യാമറ എന്ന ഭാഗത്തൊന്ന് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇതുപോലെയാണ് ഓപ്പൺ ആയിട്ട് വരിക. ഈ ഒരു ടോഗിൾ നിങ്ങൾ ഓൺ ചെയ്തതിന് ശേഷം വൈൽ യൂസിങ് ദ ആപ്പ് എന്ന ഈ ഒരു ഭാഗം നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇവിടെ 3 അറ്റംപ്റ്റ് കാണിക്കുന്നുണ്ട്. മൈനസ് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് 1 അറ്റംപ്റ്റ് ആക്കി കൊടുക്കാം. ഓക്കെ, ഞാൻ 1 അറ്റംപ്റ്റ് ആക്കിയിട്ട് ഇവിടെ ഓക്കെ കൊടുക്കുകയാണ്. അപ്പോൾ ഒരു പ്രാവശ്യം തന്നെ തെറ്റായിട്ട് പാസ്വേഡ് അടിച്ച് ഇവിടെ ട്രൈ ചെയ്യുമ്പോൾ നമുക്ക് ഫോട്ടോ എടുത്ത് കാണിച്ചു തരും. അത് ഓക്കെ ആയിട്ടുണ്ട്. ജസ്റ്റ് നമുക്കൊന്ന് ബാക്ക് വരാം. എന്നിട്ട് ഏതെങ്കിലും ഒരു ഫയൽ നമുക്ക് ഹൈഡ് ചെയ്ത് നോക്കാം. ഞാനിപ്പോൾ ഇവിടെ ഫയൽ മാനേജർ എന്ന ഈ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്യാണ്. ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് കാണാൻ സാധിക്കും. ഫോട്ടോസ്, വീഡിയോസ്, ഓഡിയോ, ഡോക്യുമെൻറ്റ്, അതൊക്കെ 0-ലാണ് ഉള്ളത്. നമ്മളൊന്നും ഹൈഡ് ചെയ്തിട്ടില്ല. ഓക്കെ, ഞാനിപ്പോൾ ഫോട്ടോസ് എന്ന ഈ ഒരു ഭാഗം ക്ലിക്ക് ചെയ്തിട്ട് ഏതെങ്കിലും ഒരു ഫോട്ടോ ഇവിടെ സെലക്ട് ചെയ്യാണ്. പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്യാം. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ നമ്മുടെ ഗാലറി ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ ഇതുപോലെ കാണിക്കുമ്പോൾ ഓക്കെ കൊടുക്കുക. വീണ്ടും ഇവിടെ നമുക്ക് ഓക്കെ കൊടുക്കാം. ഓക്കെ കൊടുത്തതിന് ശേഷം ഏതെങ്കിലും ഒരു ഫയൽ ഇവിടെ സെലക്ട് ചെയ്യാം. ഞാനിപ്പോൾ ഈ ഒരു ഫോട്ടോ ഇവിടെ സെലക്ട് ചെയ്തിട്ട് ഇവിടെ ഡൺ കൊടുക്കുകയാണ്. ഓക്കെ, ഈ ഒരു ഫോട്ടോ ഇനി ഗാലറിയിൽ കാണാനേ സാധിക്കില്ല. ഈ ഒരു ആപ്ലിക്കേഷൻ്റെ അകത്ത് ഹൈഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഫോൾഡേഴ്സ് നമുക്ക് ഇഷ്ടം പോലെ ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. ഓക്കെ, ഇനി ജസ്റ്റ് നമുക്കൊന്ന് ബാക്ക് വന്നിട്ട് ഗാലറി ഒന്ന് തുറന്നു നോക്കാം. ഈ ഒരു ഫോട്ടോ ഉണ്ടോ ഇല്ലേ എന്ന് നമുക്ക് നോക്കാം. ഗാലറി ഓപ്പൺ ചെയ്തിട്ട് ഇമേജിൻ്റെ സെക്ഷനിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഫോട്ടോ ഇവിടെ ഇല്ല. ഓക്കെ, ഇനി ഈ ഒരു ഫോട്ടോ എങ്ങനെ നമുക്ക് കണ്ടെത്താം? ആ ആപ്ലിക്കേഷൻ വീണ്ടും ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ഇവിടെ സാധാരണ പോലെ കാൽക്കുലേറ്റർ തന്നെയാണ് ഓപ്പൺ ആകുന്നത്. കാൽക്കുലേറ്റർ എങ്ങനെ ഉപയോഗിക്കാം, അതുപോലെ നമുക്ക് ഇതും ഉപയോഗിക്കാൻ സാധിക്കും. ഞാനിപ്പോൾ കണക്കൂട്ടി കാണിച്ചു തരാം. കൃത്യമായിട്ട് ഇതുപോലെ വർക്ക് ആകുന്നുണ്ട്. ഓക്കെ, ഇനി ഇതിൽ നമ്മൾ ഒളിപ്പിച്ച ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഫോട്ടോസ്, വീഡിയോസ് അതെങ്ങനെ കണ്ടെത്താം? അതിനായിട്ട് നമ്മൾ കൊടുത്തിട്ടുള്ള ആ ഒരു പിൻ നമ്പർ ഇവിടെ എൻ്റർ ചെയ്യണം. ഞാനിപ്പോൾ ഇവിടെ തെറ്റായ പിൻ നമ്പർ എൻ്റർ ചെയ്യാണ്. അങ്ങനെ എൻ്റർ ചെയ്തിട്ട് ഇവിടെ സമം എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ കണ്ടോ, ഇവിടെ ഒരു ഫോട്ടോ എടുത്തു കഴിഞ്ഞു. ഇനി ശരിയായ പിൻ നമ്പർ നമുക്കൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കാം. ഞാനിത് മായ്ച്ചു കളയാണ്. എന്നിട്ട് ഞാനിപ്പോൾ നേരത്തെ കൊടുത്ത 1 2 3 4 തന്നെ എൻ്റർ ചെയ്തിട്ട് സമം എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യണം. അപ്പോൾ തന്നെ ഇവിടെ നമുക്ക് കാണിച്ചു തരുന്നുണ്ട് ആരോ നമ്മുടെ ഈ ഒരു ആപ്ലിക്കേഷൻ തുറക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ചെക്ക് എന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ആ ഒരു ഫോട്ടോ വന്നിട്ടുണ്ട്. ഞാൻ ഫോട്ടോയിൽ നിന്ന് മാറി നിന്നതുകൊണ്ടാണ് ഇവിടെ ഫോട്ടോ കാണാത്തത്. ഓക്കെ, അപ്പോൾ ഈ ആപ്ലിക്കേഷൻ തുറക്കാൻ ശ്രമിച്ചവൻ്റെ ഫോട്ടോ ഇതുപോലെ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. ഇനി നമ്മൾ ഇവിടെ ഹൈഡ് ചെയ്ത ആ ഒരു ഫോട്ടോ എങ്ങനെ കണ്ടെത്താം? അതിനായിട്ട് വീണ്ടും ഫയൽ മാനേജർ ഓപ്പൺ ചെയ്യുക. ഇവിടെ ഫോട്ടോസ് എന്ന ഭാഗത്ത് ഇത് കണ്ടോ, ഒരു ഫയൽ വന്ന് കിടക്കുന്നുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട്
ആ ഒരു ഫയൽ ഇവിടെ ഉണ്ട്. ഇനി നമുക്ക് ഇത് അൺഹൈഡ് എങ്ങനെ ചെയ്യാം? അതിനായിട്ട് വീണ്ടും അത് ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ അൺഹൈഡിൻ്റെ ഓപ്ഷൻ ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് അൺഹൈഡ് ആവും. ഇവിടെ ഇതുപോലെ ചോദിക്കും, ഒറിജിനൽ ഫോൾഡറിൽ തന്നെ വേണമെന്ന് ചോദിക്കും. അത് തന്നെ സെലക്ട് ചെയ്തിട്ട് അൺഹൈഡ് കൊടുക്കുക. അപ്പോൾ ഇവിടെ നിന്ന് അപ്രത്യക്ഷമായിട്ടുണ്ട്. ഇനി നേരെ ഗാലറി നമുക്കൊന്ന് തുറന്നു നോക്കാം. ഇവിടെ ഇമേജിൻ്റെ സെക്ഷനിൽ ഒന്ന് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ, ആ ഒരു ഫോട്ടോ ഇവിടെ അതേ സ്ഥലത്ത് തന്നെ ഇവിടെ തിരിച്ചെത്തിയിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ നമ്മുടെ മൊബൈലിലുള്ള എന്തും നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ സഹായത്തോടു കൂടി ഹൈഡ് ചെയ്യാം, ലോക്ക് ചെയ്തിട്ട് സൂക്ഷിക്കാൻ സാധിക്കും. ഓക്കെ, നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക. എന്നിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത്. ഓക്കെ, ഈ ആപ്ലിക്കേഷനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റിൽ അറിയിക്കുക. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വിഷയവുമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.